അപ്പം നേരിട്ട് കൊടുക്കുന്ന ഒരാൾ ഏജന്റുമാർ മുഖേന അല്ലാത്ത രീതിയിൽ അവർ അപേക്ഷ കൊടുക്കുന്ന ഒരാളെ തഴയുന്ന ഒരു പ്രവണത MVDയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള ഒരു പ്രതിഷേധം നേരത്തെ തന്നെ ഇവൻ പറഞ്ഞിരുന്നു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. MVDയിലെ അഴിമതിക്കെതിരെ പ്രതിഷേധിച്ച് കൊണ്ടോട്ടി സ്വദേശിയായ യുവാവ് ജീവനൊടുക്കി. തന്റെ മരണത്തിന്റെ ഏക ഉത്തരവാദി മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണെന്നും കൈക്കൂലി നൽകാത്തതിനാൽ ജീവിതമാർഗം തകർത്തുവെന്നും ആരോപിച്ചാണ് ഷൗക്കത്ത് അലി എന്ന യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പ്. കഴിഞ്ഞ 10 മാസമായി ഫിറ്റ്നസിനായി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നടപടിയായില്ലെന്നും EMI മുടങ്ങിയതിനാൽ ക്രെഡിറ്റ് സ്കോർ തകർന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയാണ് തന്റെ ജീവനെടുക്കാൻ കാരണമെന്നാരോപിച്ച് കൊണ്ടോട്ടി കീഴ്ശ്ശേരി സ്വദേശി ഷൗക്കത്ത് അലി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 10 മാസമായി ഏജന്റുമാരുടെയും MVD ഓഫീസുകളുടെയും പിന്നാലെ നടന്ന് തന്റെ ഉപജീവന മാർഗം തന്നെ തകർന്നുവെന്ന് കുറിപ്പിൽ പറയുന്നു. ഇവിടെ ഈ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ആള് ഏകദേശം 30-33 വയസ്സോളം പ്രായമുള്ള ഒരാളാണ്. ഇവന് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ട് മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ അനാവശ്യമായ പ്രവണതകൾ, പ്രത്യേകിച്ച് നമ്മുടെ MVD ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ള നടക്കുന്ന നമ്മുടെ മറ്റ് ഇടപെടലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെതിരെയൊക്കെ ഉള്ളൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് ഇവൻ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവൻ്റെ FB പോസ്റ്റിലൊക്കെ പറയുന്നത്. അപ്പം കുറേ മാസങ്ങളായിട്ട് ഇവൻ്റെ ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവന് അതിൻ്റെ ഓട്ടോ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് കൊണ്ടോട്ടി MVDനെ എടുത്ത് അവൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ കൊടുത്ത സമയത്ത് ഓട്ടോയിൽ ചില ആൾട്രേഷനൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ ഇവർ അവന് കൊടുത്തിട്ടില്ല. അവർ ഫിറ്റ്നസ് കൊടുത്തില്ല. അപ്പോൾ ഫിറ്റ്നസ് കൊടുക്കാത്ത സമയത്ത് അതേസമയം ഏജന്റുമാർ മുഖേന ഇതുപോലുള്ള ഒരുപാട് ഓട്ടോകൾക്ക് ഇങ്ങനെ ഫിറ്റ്നസ് കൊടുത്തതായിട്ട് ഇവൻ്റെ തുടർന്നുള്ള FB പോസ്റ്റുകളിലൊക്കെ നേരത്തെ നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം നേരിട്ട് കൊടുക്കുന്ന ഒരാൾ ഏജന്റുമാർ മുഖേന അല്ലാത്ത രീതിയിൽ അവർ അപേക്ഷ കൊടുക്കുന്ന ഒരാളെ തഴയുന്ന ഒരു പ്രവണത MVDയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള ഒരു പ്രതിഷേധം നേരത്തെ തന്നെ ഇവൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സമാനമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു പ്രകൃതക്കാരനാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വേണ്ട, നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. അവനെ പ്രതിഷേധിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയത്. തീർച്ചയായും അത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഇതുമൂലം EMI മുടങ്ങുകയും ക്രെഡിറ്റ് സ്കോർ 820 നിന്ന് 600 താഴുകയും ചെയ്തു. തനിക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭാര്യയോ കുട്ടികളോ ഇല്ലാത്തതിനാൽ മരണശേഷം നിയമപരമായി കേസ് നടത്തേണ്ടത് സ്റ്റേറ്റാണെന്നും അതിനാൽ പൊതുജനങ്ങൾ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. MVD ഉദ്യോഗസ്ഥർ തന്റെ വാഹനം അൺഫിറ്റാണെന്ന് വാദിക്കാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ താൻ ചെയ്ത സ്റ്റീൽ വർക്ക് നിയമവിരുദ്ധമല്ലെന്ന് കഴിഞ്ഞ 2 തവണ MVD തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും ഇടപെട്ട് ശരിയായ അന്വേഷണം നടത്തണമെന്നാണ് അവസാന ആഗ്രഹം. MVDയിലെ അഴിമതിയുടെ പ്രധാന കാരണം ഏജന്റ് സംവിധാനമാണെന്നും അത് ഇല്ലാതായാൽ 80% അഴിമതിയും തീരുമെന്നും അദ്ദേഹം പറയുന്നു. അഴിമതിക്കെതിരെ പോരാടാൻ വിവരാവകാശ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും അതിനായി പ്രശാന്ത് IAS എഴുതിയ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന പുസ്തകം വായിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. അഴിമതി തുലയട്ടെ എന്നും ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വാക്കുകളായ ജയ് ഭീം എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ചാനൽ 10 കൊണ്ടോട്ടി. ഇനിയൊന്നും പഴയതുപോലെ ആകില്ല. അമ്മയില്ലാത്ത ഓണം പോലെ. ഇന്ന് ഞാൻ അണിഞ്ഞിരിക്കുന്നത് അമ്മയുടെ സ്നേഹമാണ്, അവരുടെ കരുതലാണ്. ഓരോ ആഭരണങ്ങളും പറഞ്ഞു തീരാത്ത കഥകൾ പോലെയാണ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.